MG സർവകലാശാല മാനദണ്ഡങ്ങൾ ഇടത് സിൻഡിക്കേറ്റും ഇടത് യൂണിയനും അട്ടിമറിക്കുന്നത് പുതിയ സംഭവമല്ല. ഇക്കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇടത് സംഘടനകൾ ഇത്തരത്തിൽ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് യൂണിവേഴ്സിറ്റിയിൽ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ പുതിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇടത് സംഘടനകളുടെ പ്രവർത്തനങ്ങൾ, ഏകാധിപത്യ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. സിൻഡിക്കേറ്റ് അംഗങ്ങളാൽ ഇത്തരത്തിൽ ഇടത് സിൻഡിക്കേറ്റും ഇടത് യൂണിയനും നടത്തുന്ന പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ SFIയെയും ഇടത് യൂണിയനെയും ചൊടിപ്പിച്ചുകൊണ്ട് വൈസ് ചാൻസലറെ വെല്ലുവിളിക്കുന്ന നടപടികളിലേക്ക് SFIയും ഇടത് യൂണിയനും കടക്കുന്നതിനുള്ള പ്രധാന കാരണം എന്നുള്ളതാണ്. ഈ ഓഗസ്റ്റ് 3 മുതൽ ഓഗസ്റ്റ് 6 വരെ ഇടത് യൂണിയൻ MG സർവകലാശാലയിൽ നാഷണൽ കോൺഫറൻസ് സംഘടിപ്പിക്കുകയാണ്. ഈ നാഷണൽ കോൺഫറൻസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ വിവാദമുണ്ടായിരിക്കുന്നത്. ആ നാഷണൽ കോൺഫറൻസ് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഇടത് യൂണിയൻ നടത്തിക്കൊണ്ടിരുന്നത്. ഈ MG സർവകലാശാല ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടികൾ യാതൊരു രാഷ്ട്രീയവും അനുവദിക്കില്ല എന്നുള്ള പ്രത്യേക ഉത്തരവുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഇക്കഴിഞ്ഞ ജൂലൈ 25-ാം തീയതി സർവകലാശാല വൈസ് ചാൻസലർ പ്രത്യേക സർക്കുലറും പുറത്തിറക്കിയതാണ്. എന്നാൽ ഇതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഈ പരിപാടി നാഷണൽ കോൺഫറൻസ് രാഷ്ട്രീയവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇടത് യൂണിയൻ നടത്തിയത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററുകളും ബാനറുകളും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചപ്പോൾ അത് കൃത്യമായി ഡൽഹി CJP പ്രക്ഷോഭത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള, കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള വാചകങ്ങൾ എഴുതിക്കൊണ്ടുള്ള പോസ്റ്ററുകളും മറ്റുമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ അവർ പങ്കുവച്ചത്. അതിനുശേഷം അത് നീക്കം ചെയ്യണം, രാഷ്ട്രീയവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന് വൈസ് ചാൻസലറുടെ നിർദ്ദേശമുണ്ടായപ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിലും വിവിധ ഇടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇതിനെതിരെ വൈസ് ചാൻസലർ ഇത് നീക്കം ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകിയപ്പോൾ വൈസ് ചാൻസലറെ വെല്ലുവിളിച്ചുകൊണ്ട് ക്യാമ്പസിനുള്ളിൽ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നടത്തുകയായിരുന്നു SFI. ഇപ്പോൾ വൈസ് ചാൻസലറുടെ ഉത്തരവ് വന്നിരിക്കുന്നത് ഈ ഫണ്ട്, ഈ പരിപാടിക്ക് അനുവദിച്ചിരിക്കുന്ന ഫണ്ട് തിരികെ നൽകണം എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് വൈസ് ചാൻസലർ രജിസ്ട്രാർക്കും രജിസ്ട്രാർ വഴി യൂണിയൻ ഭാരവാഹികളും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 2,80,000 രൂപയാണ് ഇതിനോടകം യൂണിവേഴ്സിറ്റി നാഷണൽ കോൺഫറൻസ് നടത്തുന്നതിന് വേണ്ടി യൂണിയന് അനുവദിച്ചിരിക്കുന്നത്. ആകെ 3,75,000 രൂപയാണ് ഈ പരിപാടിക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി വകയിരുത്തുകയും ചെയ്തിരിക്കുന്നത്. സെനറ്റ് അംഗം അരുൺ മോഹൻ ഗവർണർക്ക് നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പണം തിരികെ വാങ്ങുന്നതിനുള്ള നടപടികളുമായി യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നത്. എന്തായാലും കൃത്യമായി തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഇടത് യൂണിയന്റെ ശ്രമങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു, അത് തടയപ്പെടുന്നു. അവരുടെ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇവിടെ പൊളിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ സംഭവിക്കുന്ന, MG സർവകലാശാലയിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഈ കാലയളവിൽ ഉണ്ടായിരിക്കുന്ന മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ചോദ്യം ചെയ്യപ്പെടും എന്ന് തന്നെയാണ്, ഇനിയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് സെനറ്റ് അംഗം എന്ന നിലയിൽ അങ്ങ് പറയുന്നത്. 100%. കാര്യം MG സർവകലാശാലയിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ MGയിൽ മാത്രമല്ല, കേരളത്തിലെ ഏതാണ്ട് 14 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും SFIയുടെ ഒരു അപ്രമാദിത്വം ഉള്ള ക്യാമ്പസുകളിൽ അവർ ചെയ്തു വരുന്നതെന്ന് പറയുന്നത്, അവരുടെ സിൻഡിക്കേറ്റ് ഉള്ളപ്പോൾ, അവരുടെ സെനറ്റ് ഉള്ളപ്പോൾ, ഈ ഒരു എക്കോസിസ്റ്റത്തിനുള്ളിൽ ഇരിക്കുന്ന ഒരു VC ഉള്ളപ്പോൾ, ഈ ഒരു സംവിധാനത്തെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സംഘടനയെ വളർത്തുന്നതിന്, അവരുടെ യൂണിയനെ വളർത്തുന്നതിന്, പാർട്ടിക്ക് പണം സമ്പാദിക്കുന്നതിനൊക്കെ ആയിട്ടുള്ള മാർഗ്ഗങ്ങളായി സർവകലാശാലകളെ വർഷങ്ങളായി വിനിയോഗിച്ചുകൊണ്ടിരുന്നു. സർവകലാശാലകൾ രാഷ്ട്രീയ വിമുക്തമാകേണ്ടത് അനിവാര്യമാണ്. ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ എംപ്ലോയീസ് യൂണിയൻ, അവിടെ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ എംപ്ലോയീസ് യൂണിയൻ ഉണ്ട്, അതേപോലെ തന്നെ ഇടത് അധ്യാപക സംഘടനകളുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് SFI യൂണിയനെ ഏത് വിധേനയും സഹായിക്കുന്ന, SFIയിൽ പെട്ട കുട്ടികൾക്ക് എന്ത് മാനദണ്ഡങ്ങളും പാലിക്കാതെ തന്നെ അവർക്ക് ഇൻറ്റേണൽ മാർക്കിൻ്റെ കാര്യമാണെങ്കിലും മാർക്ക് ദാനത്തിൻ്റെ കാര്യമാണെങ്കിലും PhDയുടെ കാര്യമാണെങ്കിലും, നമുക്കറിയാമല്ലോ കേരളത്തിൽ വാഴക്കുലയിലും തേങ്ങാക്കുലയിലും ഒക്കെ PhD എടുത്ത SFI നേതാക്കന്മാരുടെ കാര്യമൊന്നും ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമല്ലോ. മറ്റൊന്ന്, ഇതേ MG സർവകലാശാലയിൽ നിന്നാണ് മുൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന PM ആർഷോ. അദ്ദേഹം UG പാസ്സാകാതെ തന്നെ, അതായത് ഡിഗ്രി ഇല്ലാതെ PGക്ക് അദ്ദേഹത്തിന് അഡ്മിഷൻ നൽകിയ വിഷയമുണ്ടായി. ആ വിഷയത്തിൽ പിന്നീട് അദ്ദേഹം തുടർന്ന് പഠിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല, വലിയ വിവാദമായി. പക്ഷേ ഈ അഡ്മിഷൻ നൽകിയ കോളേജ് പ്രിൻസിപ്പലിനെ സംരക്ഷിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് നിലപാടെടുത്തത് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ആ വിഷയത്തിലും കൃത്യമായ പുനരന്വേഷണം ആവശ്യമാണെന്ന് കാണിച്ചുകൊണ്ട് ഞാൻ ചാൻസലർക്ക്, സെനറ്റ് അംഗം എന്ന നിലയിൽ ചാൻസലർക്ക് കത്ത് നൽകിയിരുന്നു. അത് ചാൻസലറുടെ പരിഗണനയിലാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, വിദ്യാർത്ഥികളെ, SFIയിൽ പെടുന്ന വിദ്യാർത്ഥികളെ, SFIയുടെ സംസ്ഥാന സെക്രട്ടറി പോലെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവർക്ക് മാർക്ക് ദാനം ചെയ്യുന്നതിന് വേണ്ടി, അവർക്ക് UGയും PG കൊടുക്കുന്നതിന് വേണ്ടി അധ്യാപകരടങ്ങുന്ന ഒരു സംവിധാനം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന അതീവ ഗുരുതരമായ വിഷയമാണ്. കുട്ടികളെ ഇങ്ങനെ തരംതിരിച്ച് കാണുക, രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട്, മുമ്പ് സൂചിപ്പിച്ചതുപോലെ 2024 ഒരു നാഷണൽ കോൺഫറൻസ് ഇതേ MG യൂണിവേഴ്സിറ്റി വെച്ച് നടക്കുകയുണ്ടായി. അതിൻ്റെ പോസ്റ്റർ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം,
ഭാരതത്തെ രണ്ടായി വെട്ടിമുറിച്ചുകൊണ്ടുള്ളൊരു ചിത്രമാണ് അതിൻ്റെ പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടത്. വലിയ വിവാദമായ വിഷയമാണ്. ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് ദേശവിരുദ്ധമായി അവർക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം ഈ CJP പ്രക്ഷോഭമാണ്. CJP പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ, തർക്കവിതർക്കങ്ങളൊക്കെ ഉണ്ട്. വിദ്യാർത്ഥികൾ ന്യായമായ ഒരു ആവശ്യത്തിന് തുടങ്ങിയ ഒരു സമരം എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അതിനെ കാണുന്നതും. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ സമരം ചെയ്യുക തന്നെ വേണം, അതിലൊന്നും ആർക്കും തടസ്സമില്ല. പക്ഷേ അതിനുള്ളിൽ കടന്നുകൂടിയ ആൻറ്റി നാഷണൽ എലമെൻറ്റ്സ് ഇന്ന് വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ CJP പ്രക്ഷോഭത്തിനുള്ളിലെ ദേശവിരുദ്ധത കൂടി ചർച്ചയാകുന്ന കാലഘട്ടത്തിൽ ഒരു സംവാദമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. നേരെ മറിച്ച് ഒരു പാറ്റ ചിത്രവും ഈ പോലീസിൻ്റെ വാഹനത്തെ തടഞ്ഞു കൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രവും ഒക്കെ ആയിക്കൊണ്ട് അനാവശ്യമായ രാഷ്ട്രീയ വിവാദങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇവർ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടു. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, UGC റെഗുലേഷൻ 2012 ഉണ്ട്. അതുപോലെ തന്നെ UGC ഫിനാൻഷ്യൽ റൂൾസ് 2017 ഉണ്ട്. അതേപോലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട് കുട്ടികൾക്ക്. ഇതിൻ്റെ എല്ലാം നഗ്നമായ ലംഘനമാണ്. സ്വാഭാവികമായിട്ടും രജിസ്ട്രാർക്കോ വൈസ് ചാൻസലർക്കോ ചാൻസലർക്കോ ഈ വിഷയത്തിൽ ഇടപെടാം, നിയമപരമായി ഇടപെടാം. ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്ന മാധ്യമങ്ങളോ അല്ലെങ്കിൽ SFIയുടെ നേതാക്കന്മാരോ ആരും ഈ നിയമങ്ങളൊന്നും പഠിക്കാതെയോ മനസ്സിലാക്കാതെയോ ആണ് സംസാരിക്കുന്നത്. രാഷ്ട്രീയവൽക്കരിക്കുന്ന രീതിയിൽ മറ്റാരും അവിടെ പ്രവർത്തിച്ചിട്ടുള്ള SFI മാത്രമാണ്. സ്വാഭാവികമായിട്ടും നിയമപരമായ നടപടികൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്കത് നേരിടേണ്ടി വരും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഈ ചാൻസലർക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ മുഖേന ഒരു കത്ത് നൽകിയിരിക്കുകയാണ്. ഈ കത്തിൽ വളരെ കൃത്യമായി പറയുന്നു 2,80,000 രൂപയോളം ഭരണഘടനാപരമായ അനുമതി കൊടുത്ത് അവർക്ക് കൈമാറിയ പണമാണ്, അഡ്വാൻസായിട്ട് കൊടുത്ത പണമാണ്. ആ പണം തിരികെ സർവകലാശാല ഫണ്ടിലേക്ക് നിങ്ങൾ തിരിച്ചടയ്ക്കണം എന്നുള്ള കൃത്യമായ നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അവർക്കത് അനുസരിച്ചേ മതിയാവും. അല്ലാത്ത പക്ഷം അവരവരുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ഇറക്കി SFI പ്രവർത്തിക്കുകയാണ് വേണ്ടത്. DYFI CPM ഒക്കെ അങ്ങനെ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. നാട്ടിലെല്ലാവരും രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയാണ് നടത്തുന്നത്. UGC ഫണ്ട് ഉപയോഗിച്ച്, ജനങ്ങളുടെ പൊതുപണം ഉപയോഗിച്ച്, വിദ്യാർത്ഥികളിൽ നിന്ന് പിരിക്കുന്ന പൊതുപണം ഉപയോഗിച്ച്, കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ നൽകുന്ന പണം ഉപയോഗിച്ച് ഈ പ്രവർത്തനം നടത്തുന്നതിൽ മാത്രമാണ് നമുക്ക് എതിർപ്പ്. അതിന് അവർ സ്വന്തം നിലയ്ക്ക് നീങ്ങുന്നതായിരിക്കുന്നതിൽ ഇനി കർശനമായ നിയമ നടപടികളുമായി സർവകലാശാല മുമ്പോട്ട് പോകുന്നു. അനുസരിക്കാൻ ഇവർ തയ്യാറല്ലെങ്കിൽ അതിലും കർശനമായ നടപടികൾ സ്വീകരിക്കത്തക്ക രീതിയിൽ നിയമപരമായി എന്താണ് ചെയ്യാൻ കഴിയുന്നത് കൃത്യമായി പരിശോധിക്കും. ഇത്തരത്തിലുള്ള നടപടികളുണ്ടായാൽ നിയമപരമായി അതിനെ നേരിടും എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള SFIയുടെയും കോളേജ് യൂണിയൻ്റെയും നീക്കങ്ങൾ, ഇടത് സിൻഡിക്കേറ്റിൻ്റെ ശ്രമങ്ങൾ അതിനെ നിയമപരമായി തന്നെ നേരിടും എന്നുള്ള കാര്യമാണ് സെനറ്റ് അംഗം അരുൺ മോഹൻ വ്യക്തമാക്കിയത്. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മുരളി, ജനം, കോട്ടയം.